Good morning to you all. Today we are doing the last module 6 of the language skills. Language skills, that is soft skills. Soft skills എന്ന് പറയുന്ന യൂണിറ്റ് 6ാമത്തെ യൂണിറ്റ് അതാണ് നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക് ലാംഗ്വേജ് സ്കിൽസ്. ലാംഗ്വേജ് സ്കിൽസിൻ്റെ അവസാനത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ് സ്കിൽസ് അല്ല, സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ചില ആവശ്യ ഘടകങ്ങൾ. വി ആർ ഗോയിങ് ടു ലേൺ സം എസെൻഷ്യൽ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ടു ഡെവലപ്പ് soft skills. What do you mean by soft skills? Soft skills are character traits. Character traits. സ്വഭാവ സവിശേഷതകൾ. Character traits and interpersonal skills. Interpersonal skills means communicative skills with other people. Interpersonal skills that characterize a person's relationships with other people. Once again, soft skills are character traits and interpersonal skills that characterize a person's relationships with other people. ഒരു വ്യക്തിയുടെ മറ്റു വ്യക്തികളുമായുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ വ്യതിരിക്തമാക്കുന്ന, ബന്ധങ്ങളെ സുദൃഢമാക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇൻ അവർ മോഡേൺ ടൈംസ് സോഫ്റ്റ് സ്കിൽസ് ആർ ഹൈലി എസെൻഷ്യൽ. ഇന്നത്തെ കാലത്ത് സോഫ്റ്റ് സ്കിൽസ് വളരെ അത്യാവശ്യമാണ്. കമ്പനി ജോലികൾക്കും എല്ലാം വളരെ അത്യാവശ്യമാണ് സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് ഉള്ള ആളുകളെ മാത്രമേ നല്ല നല്ല പോസ്റ്റുകളിൽ നിയമിക്കുകയുള്ളൂ. വാട്ട് ആർ ദി മെയിൻ ചീഫ് ഇമ്പോർട്ടൻ്റ് സോഫ്റ്റ് സ്കിൽസ്? ഈ സ്വഭാവ സവിശേഷതകളാണ്, വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ. പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽസ് ഏതൊക്കെയാണ്? നമ്പർ 1, ലീഡർഷിപ്പ് സ്കിൽസ്. ലീഡർഷിപ്പ് സ്കിൽസ്, നേതൃത്വ ഗുണം. നമ്പർ 2, ടീം വർക്ക്. ടീം വർക്ക്, ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള കഴിവ്, എല്ലാവരുമായി സഹകരിച്ചു പോകാനുള്ള, ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള കഴിവ്. ലീഡർഷിപ്പ് സ്കിൽസ്, ടീം വർക്ക്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആശയവിനിമയത്തിനുള്ള കഴിവ്, ഇംഗ്ലീഷിലായാലും മറ്റ് ലാംഗ്വേജസിലായാലുമുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്പർ 4, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഒരു പ്രശ്നം ഉണ്ടായാൽ ഒളിച്ചോടുകയല്ല, അതിനെ ധീരമായി സോൾവ് ചെയ്യാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നമ്പർ 5, വർക്ക് എത്തിക്. വർക്ക് എത്തിക്, ഒരു ജോലിയിലുള്ള നമ്മുടെ ചില എത്തിക്സ്. നമ്പർ 6, ഫ്ലെക്സിബിലിറ്റി ഓർ അഡാപ്റ്റബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഓർ അഡാപ്റ്റബിലിറ്റി, ഒരു എല്ലാവർക്കും ഒന്ന് വഴങ്ങുന്ന അല്ലെങ്കിൽ എല്ലാവരുമായി അഡാപ്റ്റ് ചെയ്യുന്ന, പൊരുത്തപ്പെടുന്ന സ്വഭാവം. ഫ്ലെക്സിബിലിറ്റി ഓർ അഡാപ്റ്റബിലിറ്റി. ദെൻ 6th one is interpersonal skills. that is a kind of socialization. ഒരുതരം സോഷ്യലൈസേഷൻ എന്ന് പറയാം. ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, മറ്റ് വ്യക്തികളുമായി സംവദിക്കുമ്പോൾ, മറ്റു വ്യക്തികളുമായി റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനുള്ള കഴിവാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. മറ്റ് വ്യക്തികളുമായി റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനുള്ള കഴിവാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അവെയർനെസ് ഉണ്ടാകണം. വി ഷുഡ് ഹാവ് അവെയർനെസ് ഓഫ് അവർസെൽസ് ആൻഡ് അതർ പീപ്പിൾ. നമ്മളെക്കുറിച്ചും സമൂഹത്തിലെ മറ്റാളുകളെക്കുറിച്ചും നമ്മളോടൊപ്പം സഹകരിക്കുന്ന ആളെക്കുറിച്ചും ഒരു അവെയർനെസ് വേണം. ദെൻ കെയറിങ് അബൌട്ട് അതർ പീപ്പിൾ. മറ്റാളുകളെ കെയർ ചെയ്യാനുള്ള ഒരു സന്മനോഭാവം വേണം. കെയറിങ് അബൌട്ട് അതർ പീപ്പിൾ. ദെൻ വർക്കിംഗ് ടുഗദർ വെൽ വിത്ത് അതർ പീപ്പിൾ. വർക്കിംഗ് വെൽ ടുഗദർ വിത്ത് അതർ പീപ്പിൾ, മറ്റാളുകളുമായി നന്നായി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വ്യക്തവും സുദൃഢവുമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, സംഘർഷാവസ്ഥയെ മാനേജ് ചെയ്യാനുള്ള കഴിവ്. ആൻഡ് റെസൊല്യൂഷൻ സ്കിൽസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റെസൊല്യൂഷൻ സ്കിൽസ് മീൻസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. സോ ദീസ് ആർ ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ടു ഡെവലപ്പ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. അപ്പോൾ പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്കിൽസ്, ടീം വർക്ക്, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, വർക്ക് എത്തിക്, ഫ്ലെക്സിബിലിറ്റി ഓർ അഡാപ്റ്റബിലിറ്റി,
and finally interpersonal skills. So these are main chief important or major soft skills. Soft skills are related to your personality. As I told you earlier, soft skills are related to your personality. നിങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ് സോഫ്റ്റ് സ്കിൽസ് അല്ലേ? വ്യക്തി ഗുണങ്ങളാണ് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. യുവർ ബിഹേവിയർ പാറ്റേൺസ്, യുവർ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആർ ദി ചീഫ് തിങ്സ് ടു വിച്ച് സോഫ്റ്റ് സ്കിൽസ് ആർ റിലേറ്റഡ്. സോഫ്റ്റ് സ്കിൽസ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബിഹേവിയർ പാറ്റേൺസ് നേരത്തെ വിശദീകരിച്ചാണ്. നമ്മുടെ സ്വഭാവ സവിശേഷതകൾ, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളുമായുള്ള റിലേഷൻഷിപ്പ്. നമുക്ക് നമ്മളോട് തന്നെയുള്ള ബന്ധത്തിന് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻട്രാ പേഴ്സണൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ. ഇൻ്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റും എന്ന് പറയുന്ന പോലെ ഇൻ്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാ പേഴ്സണൽ, നമ്മുടെ മനസ്സിനോടും ആത്മാവിനോടൊക്കെ ഉള്ള ഒരുതരം ഫിലോസോഫിക്കായ ബന്ധമാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവെന്താ? അതിന് പല കാര്യങ്ങളിലും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ഐ കോണ്ടാക്ട്, ഇതിനെല്ലാം ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വി ഹാവ് ടു പ്രാക്ടീസ് ഓൾ ദീസ് തിങ്സ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഏതെല്ലാം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വി ക്യാൻ ഡെവലപ്പ് അവർ സോഫ്റ്റ് സ്കിൽസ്. സംടൈംസ് ബോഡി സ്പീക്സ് മോർ എലോക്വൻ്റ്ലി ദാൻ വേർഡ്സ്. നമുക്കറിയാമല്ലോ, ബോഡി ലാംഗ്വേജ്, ബോഡി സ്പീക്സ് മോർ എലോക്വൻ്റ്ലി ദാൻ വേർഡ്സ്. വാക്കുകളേക്കാൾ കൂടുതൽ ശരീരം സംസാരിക്കാറുണ്ട്. ഒരാളുടെ തലയാട്ടൽ അല്ലെങ്കിൽ കൈകാലുകളുടെ ചലനം, കാലിട്ടാട്ടൽ, ഇതെല്ലാം എന്ന് പറയുന്നത് ആചാരമാണ്. ബോഡി ഈസ് മോർ എലോക്വൻ്റ് ദാൻ വേർഡ്സ് അല്ലേ? ചില സമയങ്ങളിൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് അതാണ് വാക്കുകളെക്കാളും ആചാരമാകുന്നത്. പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ബൈ ഒബ്സർവിങ് ദി സ്പീക്കർ rather than listening to the words. പലപ്പോഴും അണ്ടർസ്റ്റാൻഡ് ബൈ ഒബ്സർവിങ് ദി സ്പീക്കർ, സംസാരിക്കുന്ന ആളിനെ നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. rather than listening to the words, വാക്കുകൾ ശ്രദ്ധിക്കാതെ. ഇപ്പോൾ ഒരു സ്ലൈഡ് കാണിച്ചിട്ട് അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ബോഡി ഡസ് നോട്ട് അപ്പിയർ, നമ്മുടെ ശരീരം അവിടെ വരുന്നില്ല. ശരീരം വരാത്തിടത്തോളം കാലം അത് ഒന്നും വ്യക്തമാകത്തില്ല. അപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് കൂടെ അതിൽ ഇടപെടുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. അല്ലാതെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കാണിച്ചിട്ട് അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മോർ അണ്ടർസ്റ്റാൻഡബിൾ. അത് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നതല്ല. സോ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ബൈ ഒബ്സർവിങ് ദി സ്പീക്കർ. ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നത് സ്പീക്കറിനെ ശ്രദ്ധിച്ചിട്ടാണ്. rather than listening to the words spoken by him. അയാൾ സംസാരിക്കുന്ന വാക്കുകളേക്കാളും അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സോഫ്റ്റ് സ്കിൽസ് ബിക്കം മോർ ക്രൂഷ്യൽ. സോഫ്റ്റ് സ്കിൽസ് ബിക്കം മോർ ഇമ്പോർട്ടൻ്റ് ഓർ മോർ ക്രൂഷ്യൽ ബിക്കോസ് ദേ ഇൻവോൾവ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഇൻ്റലിജൻസ്. സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ആവശ്യമാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു. എന്തെല്ലാമാണ്? അവെയർനെസ് വേണം, കെയറിങ് അബൌട്ട് അതർ പീപ്പിൾ. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് വെൽ ടുഗദർ വിത്ത് അതർ പീപ്പിൾ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് റെസൊല്യൂഷൻ സ്കിൽസ്, ഇതൊക്കെയാണ് സോഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഫോർ ഡെവലപ്പിംഗ് ഓർ enlarging the soft skills one should have, a person must have emotional and social intelligence. Soft skills become more crucial, more important because they involve emotional and social intelligence. ഈ സോഷ്യൽ സ്കിൽസിന് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഇമോഷണൽ സോഷ്യൽ ഇൻ്റലിജൻസ് ആണ്. വൈകാരികവും സാമൂഹ്യമായ ഒരു ബുദ്ധി വേണം. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ് സ്കിൽസിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നത്, വളരെ ക്രൂഷ്യലാകുന്നത്. സോഫ്റ്റ് സ്കിൽസ് ആർ ഡെവലപ്ഡ് ത്രൂ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. വെറുതെ അങ്ങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മുറിയിൽ അടച്ചുമൂടിയിരുന്നാൽ വി ക്യാൻ നെവർ ഡെവലപ്പ് അവർ സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് ആർ ഡെവലപ്ഡ്
ത്രൂ ലൈഫ് സിറ്റുവേഷൻസ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ സാഹചര്യങ്ങൾ. ദി എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ് ആർ എ ക്യാപിറ്റൽ വിച്ച് ഇൻക്രീസസ് അവർ സോഷ്യൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലൈഫ് സിറ്റുവേഷൻസ് ആണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പല എക്സ്പീരിയൻസുകളും. ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് മീൻസ് ഇൻട്രാക്ഷൻസ് വിത്ത് അതർ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി, ദാറ്റ് ഈസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും അതുപോലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമാണ് സോഫ്റ്റ് സ്കിൽസ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്നിരുന്നാലും സോഫ്റ്റ് സ്കിൽസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ആൻഡ് റിപ്പീറ്റഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. നമ്മുടെ നിരന്തരമായ പരിശീലനം കൊണ്ടും നമ്മുടെ പെരുമാറ്റത്തെ ആവർത്തിച്ച് പരിഷ്കരിക്കുന്നതിലൂടെയും, പെരുമാറ്റത്തെ ആവർത്തിച്ച് മനഃപൂർവ്വം നമ്മുടെ വൈകല്യങ്ങളെല്ലാം മനഃപൂർവ്വം മാറ്റിയെടുത്ത് ആവർത്തിച്ച് പരിഷ്കരിക്കുന്നതിലൂടെയും വി ക്യാൻ ഡെവലപ്പ് അവർ സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്, നിരന്തരമായ പരിശീലനം, ആൻഡ് റിപ്പീറ്റഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിൻ്റെ ആവർത്തിച്ചുള്ള പാറ്റേൺസ്, അതിങ്ങനെ സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് തെറ്റുകുറ്റങ്ങളെല്ലാം ഇല്ലാതാക്കി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ കോൺഫിഡൻസിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ആംഗ്യങ്ങളിലുള്ള വൈകല്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചില പോരായ്മകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് മിറർ ഈസ് ഹൈലി ഹെൽപ്ഫുൾ. കണ്ണാടി വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എ സ്റ്റുഡൻറ്റ് ഷുഡ് യൂസ് എ മിറർ or a student should stand in front of the mirror before working to develop soft skills. സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ എ സ്റ്റുഡൻറ്റ് ഷുഡ് യൂസ് എ മിറർ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. എ സ്റ്റുഡൻറ്റ് ഷുഡ് യൂസ് ദി മിറർ ബിഫോർ വർക്കിംഗ് ടു ഡെവലപ്പ് ദി സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥി ഒരു കണ്ണാടി നോക്കി തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ മുഖഭാവം എങ്ങനെയാണ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയാണ്, നമ്മുടെ ആംഗ്യങ്ങൾ എങ്ങനെയാണ്, ബോഡിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതൊക്കെ മനസ്സിലാക്കണം. By using the mirror, one can ascertain the confidence and surety. By using the mirror, a person can ascertain his confidence and surety. ആത്മവിശ്വാസവും അതുപോലെ ഷുവർട്ടിയും ഉറപ്പും ആക്കാൻ, ആത്മവിശ്വാസവും ഷുവർട്ടിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന യൂസിങ് ദി മിറർ ഓർ യൂസേജ് ഓഫ് ദി മിറർ. ബൈ യൂസിങ് ദി മിറർ വൺ ക്യാൻ ascertain the confidence and surety. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അറിയാമല്ലോ, വാക്കുകളുണ്ട് അല്ലാതുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജെസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട് അങ്ങനെയുള്ളത്, ദേ ആർ കോൾഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. സോ ദീസ് ആർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ മുഖഭാവം കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും. അപ്പം അങ്ങനെയുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ടു കൺവേ ദി ഐഡിയാസ് വെരി എഫക്റ്റീവ്ലി. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് കൊണ്ട് നമുക്ക് വളരെ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ടു കൺവേ ദി ഐഡിയാസ് very effectively. One has to master the non-verbal communication. സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ജെസ്റ്റേഴ്സും ഐ കോണ്ടാക്റ്റും ബോഡി ലാംഗ്വേജും അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന ലാംഗ്വേജും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ കാര്യം പോട്ടെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണം. സെയിം one has to get knowledge of them to become successful in life. ജീവിതത്തിൽ വിജയം നേടണമെന്നുണ്ടെങ്കിൽ we have to master നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ പ്രാവീണ്യം നേടിയേ മതിയാവും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് മാസ്റ്റർ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ which are the number 1 posture. Posture Posture is the position in which
someone holds his body when standing or sitting. നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നമ്മുടെ ശരീരം കീപ്പ് ചെയ്യുന്ന രീതി, ശരീരത്തിൻ്റെ നില, ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കാണ് പോസ്ചർ എന്ന് പറയുന്നത്. പോസ്ചർ മീൻസ് ദി പൊസിഷൻ ഇൻ വിച്ച് someone holds his body when standing or sitting. പോസ്ചർ, ആ ഒരു ശാരീരിക നില. പോസ്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ വൺസ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ പോസ്ചറിന് വളരെ പ്രാധാന്യമുണ്ട്. നിൽക്കുന്ന നിൽപ്പ്, നടക്കുന്ന രീതി, തല ഉയർത്തിപ്പിടിച്ചുള്ള നടപ്പ്, ഇതെല്ലാം ഒരു പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നവർ. അല്ലാതെ കൂനിക്കൂടിയുള്ള നിൽപ്പ്, കള്ളന്മാരെ പോലെ മുഖം താഴ്ത്തിയുള്ള നിൽപ്പ്, ആടിയുള്ള നടത്തം, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സും ബലമില്ലാതെ വയ്ക്കുക. സോ ദീസ് ആർ ആക്ച്വലി ദി ഹിൻഡ്രൻസസ് ടു എ ഗുഡ് പേഴ്സണാലിറ്റി. So posture plays an important role in one's personality. It is a major skill. Posture, developing a good posture is a major skill to be internalized, studied, trained. It is a major skill to be internalized or trained or mastered. നമ്മൾ സ്വായത്തമാക്കേണ്ടുന്ന, ഇന്റേണലൈസ് ചെയ്യേണ്ടുന്ന, സ്വായത്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് പോസ്ചർ. Posture tells whether one is confident or not. Actually posture, the position of the body tells whether one is confident or not. ഒരു വ്യക്തി കോൺഫിഡൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ പോസ്ചർ വിളിച്ചറിയിക്കുന്നു. കൂനിക്കൂടിയ പോസ്ചർ ആണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് നോട്ട് കോൺഫിഡൻറ്റ്, ഹീ ഈസ് ഓഫ് കോഴ്സ് ഡിഫിഡൻറ്റ്. അതേപോലെ നീണ്ടു നിവർന്ന തലയെടുപ്പോട് കൂടിയുള്ള പോസ്ചർ ആണെങ്കിൽ ഇറ്റ് അസർട്ടൈൻസ് ദാറ്റ് ഹീ ഈസ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഒരു വ്യക്തി കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് പോസ്ചർ പറയുന്നു. സോ ഇഫ് എ കോൺഫിഡൻറ്റ് പേഴ്സൺ വിൽ സ്റ്റാൻഡ് സ്ട്രൈറ്റ്, എ കോൺഫിഡൻറ്റ് പേഴ്സൺ വിൽ ഓൾവേസ് സ്റ്റാൻഡ് സ്ട്രൈറ്റ് വിത്ത് ഷോൾഡേഴ്സ് ഹെൽഡ് സ്ട്രൈറ്റ്സ്. ഷോൾഡേഴ്സ് ഉയർത്തിപ്പിടിച്ച് നീണ്ടു നിവർന്ന് നിൽക്കും. ആത്മവിശ്വാസമുള്ള ഒരുത്തൻ നീണ്ടു നിവർന്നായിരിക്കും നിൽക്കുന്നത്. വിത്ത് സ്ട്രൈറ്റ് വിത്ത് ഷോൾഡേഴ്സ് ഹെൽഡ് സ്ട്രൈറ്റ്. മമ്മൂട്ടിയും വിജയും ഒക്കെ നിൽക്കുന്ന പോലെ നീണ്ടു നിവർന്ന് നിൽക്കും. ദിസ് പോസ്ചർ, ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം, ദിസ് പോസ്ചർ ഫിൽസ് ദി ലങ്സ് വിത്ത് മോർ ഓക്സിജൻ ആൻഡ് മേക്സ് യു ലുക്ക് എനർജറ്റിക്. നമ്മുടെ ശ്വാസകോശം വിടർന്നിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഓക്സിജനെ ശ്വാസകോശത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ആ ഓക്സിജൻ ശരിക്കും ശ്വാസകോശങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതുകൊണ്ട് വി എനർജറ്റിക്, നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. സോ ദിസ് പോസ്ചർ മീൻസ് കീപ്പിംഗ് ദി ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അപ്രൈറ്റ്, fills the lungs with more oxygen and makes you look energetic. Always walk with head held high. We should always train to walk with a head held high by keeping our head high. നമ്മുടെ ശിരസ് ഉയർന്നിരിക്കണം. ടാഗോറിൻ്റെ ഒരു കവിതയെ പറയുന്ന പോലെ, വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന കവിതയെ പറയുന്ന പോലെ, വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് വേർ ദി ഹെഡ് ഹെൽഡ് ഹൈ എന്ന് പറയുന്നത് പോലെ, ഭയമില്ലാതെ നിർഭയനായി കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഓൾവേസ് വാക്ക് വിത്ത് കീപ്പിംഗ് അവർ ഹെഡ് ഹൈ. ഡു നോട്ട് സ്ലൗച്ച്. സ്ലൗച്ച് മീൻസ് കീപ്പ് യുവർ ഹെഡ് ഇൻ എ ഡ്രൂപ്പിംഗ് വേ. ശിരസ് കൂനി പിടിക്കരുത്, ശിരസും ശരീരവും കൂനി പിടിക്കരുത്. ഡു നോട്ട് സ്ലൗച്ച് ഓർ ലുക്ക് ഡൗൺ. ലുക്ക് ഡൗൺ വൈൽ യു വാക്ക് ഇൻ ടു ആൻ ഇൻ്റർവ്യൂ റൂം. പ്രധാനമായി ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടി അകത്തേക്ക് കയറിയോ അല്ലെങ്കിൽ തറയിലേക്ക് നോക്കി നടന്നു കയറിയോ ചെയ്യരുത്. നീണ്ടു നിവർന്ന് ആത്മവിശ്വാസത്തോടെ ഷുവർട്ടിയോടുകൂടി എന്ത് ചെയ്യണം? വി ഷുഡ് ഫേസ് ദി ബോർഡ്. ഡു നോട്ട് സ്ലൗച്ച്, കൂടി നടക്കുക. ഓർ ലുക്ക് ഡൗൺ വൈൽ വാക്ക് ഇൻ ടു ആൻ ഇൻ്റർവ്യൂ റൂം. While addressing a gathering, the posture should be a confident one with eyes moving about the hall. While we are addressing a gathering, while we are speaking in front of a gathering or audience, ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, while addressing a gathering, ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, the posture should be confident. Our posture must be confident. നല്ല ആത്മവിശ്വാസത്തോടെയുള്ള പോസ്റ്റർ ആയിരിക്കണം നമ്മുടേത്.
വിത്ത് ഐസ് മൂവിങ് അറൗണ്ട് ദി ഹാൾ. ആളുകളെ പേടിച്ച്, ഓഡിയൻസിനെ പേടിച്ചെഴുതരുത്. നമ്മൾ ഹാളിലുള്ള ഓഡിയൻസിനെല്ലാം നമ്മൾ തുല്യമായ രീതിയിൽ ഇങ്ങനെ നോക്കണം. അങ്ങനെ നോക്കി ആത്മവിശ്വാസത്തോടെ വേണം. ചിലരാണെങ്കിൽ ഓഡിയൻസിനെ നോക്കത്തില്ല, ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളതുകൊണ്ട് ചുമ്മാതെ ചിലർ മൈക്രോഫോണിൽ ഇങ്ങനെ പിടിക്കും. അങ്ങനെ മൈക്രോഫോണിലോ പ്രസംഗ പീഠത്തിലോ ഒന്നും പിടിക്കാനും പാടില്ല. വൈൽ അഡ്രസ്സിങ് എ ഗാദറിംഗ് ദി പോസ്റ്റർ ഷുഡ് ബി കോൺഫിഡൻറ്റ് വിത്ത് ഐസ് ലുക്കിംഗ് അബൌട്ട് ദി ഹോൾ. ഡിഫെൻസീവ് പോസ്റ്റർ വിത്ത് ആംസ് ക്രോസ്ഡ്. ഇങ്ങനെ കൈകെട്ടിയുള്ള ഡിഫെൻസീവ് പോസ്റ്റർ. Defensive posture with arms crossed. Defensive postures with arms crossed or stressed postures. Stress ഉള്ള postures ഉണ്ട് with palms clenched. നമ്മുടെ കൈപ്പത്തികൾ ഇങ്ങനെ കൂട്ടി മുറുക്കി പിടിച്ചിരിക്കും പേടിയുണ്ട്. ഓർ ഫീറ്റ് ഷട്ടറിങ്, ഫീറ്റ് മൂവിങ്, കാലിടറി, കാലുകൾ വിറച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ നിൽക്കാൻ പാടില്ല. എങ്ങനെ? ഡിഫെൻസീവ് പോസ്റ്റേഴ്സാണ് ഇങ്ങനെ കൈകെട്ടി നിൽക്കുക എന്ന് പറയുന്നത്. ഡിഫെൻസീവ് പോസ്റ്റേഴ്സ് വിത്ത് ആംസ് ക്രോസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ് പോസ്റ്റേഴ്സ്. സ്ട്രെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്ററാണ് വിത്ത് പാംസ് ക്ലഞ്ച്ഡ്, കൈ ചുരുട്ടി പിടിച്ചിങ്ങനെ നിൽക്കുക. ഓർ ഫീറ്റ് ഷിഫ്റ്റിംഗ്. സച്ച് എ പോസ്റ്റർ വിൽ ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ. സച്ച് പോസ്റ്റേഴ്സ് വിൽ certainly create a negative impression among the audience. The arms can be relaxed. Arms എങ്ങനെയായിരിക്കണം? The hands must be in a relaxed form. റിലാക്സ് ഈ അവസ്ഥയിലായിരിക്കണം. The arms must be in a relaxed form and can be used minimally to help communication. വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കാതെ പടി പോലെ നിൽക്കരുത്. നമ്മുടെ കൈകളെന്ന് പറഞ്ഞാൽ മിനിമം രീതിയിൽ, ചെറിയ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുകയും വേണം. We should use the arms or hands minimally to help or to aid communication. The right posture indicate one's confidence. The right posture, ശിരസ് ഉയർത്തിയുള്ള, ഷോൾഡർ ഉയർത്തി പിടിച്ചുള്ള പോസ്ചർ. See, what does it show? It shows or indicates one's confidence, inner strength and efficiency. The right posture indicates one's confidence, ഇന്നർ സ്ട്രെങ്ത് ആൻഡ് എഫിഷ്യൻസി. 3 കാര്യങ്ങളെ കാണിക്കുന്നു. ഏത്? റൈറ്റ് പോസ്ചർ. കോൺഫിഡൻസിനെ കാണിക്കുന്നു, ഇന്നർ സ്ട്രെങ്തിനെ കാണിക്കുന്നു, എഫിഷ്യൻസിയെ കാണിക്കുന്നു. സോ ദിസ് ഈസ് അബൌട്ട് പോസ്ചർ. ആൻഡ് അനദർ ഇമ്പോർട്ടൻ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇൻക്രീസസ് ഓർ എൻഹാൻസസ് അവർ സോഫ്റ്റ് സ്കിൽസ്. നമ്മുടെ സോഫ്റ്റ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന മറ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് വരുന്നതാണ് ജെസ്റ്റേഴ്സ്. GESTURES. ജെസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ. അത് ബോഡി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Gestures are the movements of the arms, face and eyes. Gestures mean the movements of the arms, face and eyes to communicate something. എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുഖമോ കൈകളോ അതല്ലെന്നുണ്ടെങ്കിൽ കണ്ണുകളോ ചലിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ജെസ്റ്റേഴ്സ്. In communication, gestures should be natural. In our communication, our gestures, നമ്മുടെ ആംഗ്യങ്ങളും നമ്മുടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും, ഇതിനെല്ലാം മൊത്തത്തിൽ നമുക്ക് ജെസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഫേഷ്യൽ എക്സ്പ്രഷനെ ആയാലും അതുപോലെ ആംസിനെ, കൈകാലിൻ്റെ ചലനമായാലും ഐ മൂവ്മെൻറ്റ്സിനെ എല്ലാം നമുക്ക് ജെസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ജെസ്റ്റേഴ്സ് ഷുഡ് ബി നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ്. ഹൗ ഷുഡ് ബി അവർ ജെസ്റ്റേഴ്സ്? ജെസ്റ്റേഴ്സ് മസ്റ്റ് ബി നാച്ചുറൽ. സ്വാഭാവികമായിരിക്കണം, സ്വയമേ ഉണ്ടാകുന്നതായിരിക്കണം. അല്ലാതെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്നതാകരുത്. ഏത്? ജെസ്റ്റേഴ്സ്. ദേ ഷുഡ് ബി സ്പോണ്ടേനിയസ്, സ്വയമേ ഉണ്ടാകുന്നതായിരിക്കണം. ഹാൻഡ്സ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഹിഡൻ ഇൻ യുവർ പോക്കറ്റ്സ്. നമ്മൾ ആരുടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാൻസിൻ്റെ പോക്കറ്റുകൾക്കുള്ളിൽ കൈകൾ ഒളിച്ചു വയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ ജുബയുടെ പോക്കറ്റിനുള്ളിൽ കൈകൾ ഒളിച്ചു വയ്പ്പിക്കാൻ പാടില്ല. പഴയകാല മമ്മൂട്ടി സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുമ്പോൾ കൈകൾ ഇങ്ങനെ പാൻസിൻ്റെ പോക്കറ്റിൻ്റെ കീഴിൽ ഒളിച്ചു വയ്ക്കുമായിരുന്നു. അതിലെന്തെങ്കിലും സംസാരിക്കുമ്പോൾ കൈകൾ ഇങ്ങനെ ചലിപ്പിക്കുമായിരുന്നു. ആ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി ഹി അവോയ്ഡഡ് ഓൾ സച്ച് നാസ്റ്റി ജെസ്റ്റേഴ്സ്. അങ്ങനെയുള്ള വൃത്തികെട്ട ജെസ്റ്റേഴ്സ് എല്ലാം അദ്ദേഹം ഒഴിവാക്കി. ദാറ്റ് ഈസ് ദി റീസൺ ഫോർ ഹിസ് ട്രമൻഡസ് സക്സസ്. ഗംഭീരമായ വിജയത്തിൻ്റെ ഒരു കാര്യം. മറ്റത് പഴയകാല സിനിമകൾ നോക്കിയാൽ അറിയാം, പാൻസിൻ്റെ പോക്കറ്റിൽ കൈകൾ കുത്തി തിരികെ വയ്ക്കുക, സംസാരിക്കാൻ ആവശ്യമില്ലാതെ കൈകൾ ചെന്നിട്ട്
ചലിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സോ മോഹൻലാലിൻ്റെ അന്നും ഒന്നുമുള്ള ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ്, സ്വയമേ വരുന്നതാണ്, നാച്ചുറലാണ്. സോ gestures should not be natural and gestures should be natural and spontaneous. Hands should not be kept hidden in your pockets or crossed. കൈകൾ നേരത്തെ പറഞ്ഞാൽ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഡിഫെൻസീവ് സ്റ്റൈൽ വയ്ക്കാനും പാടില്ല. ഓർ ടൈഡ് ബിഹൈൻഡ് യുവർ ബാക്ക്, അല്ലെങ്കിൽ CBI ഡയറി കുറിപ്പ് മാതൃകയിൽ ഇങ്ങനെ കൈകൾ പുറകിൽ ഇങ്ങനെ കെട്ടിവെക്കാനും പാടില്ല. വി ഷുഡ് നെവർ കീപ്പ് അവർ ഹാൻഡ്സ് ടൈഡ് ബിഹൈൻഡ് അവർ ബാക്ക്. കൈകൾ പുറകിൽ കെട്ടിവെച്ച് നടക്കാനോ നിൽക്കാനോ പാടില്ല. അതൊരു വൃത്തികെട്ട ഒരു പോസ്റ്ററാണ്. ടൈഡ് ബിഹൈൻഡ് യുവർ ബാക്ക് ഓർ ബി ഗ്രിപ്പിംഗ് ഓൺ ദി പോഡിയം. പോഡിയം എന്ന് പറഞ്ഞാൽ പ്രസംഗപീഠം, എ സ്മോൾ പ്ലാറ്റ്ഫോം. പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന പ്രസംഗപീഠത്തിലോ മൈക്രോഫോണിലോ കയറി പിടിച്ചുകൊണ്ട് നിൽക്കാനും പാടില്ല. അങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് സംസാരിക്കാനും പാടില്ല. നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കണം. മിനിമലായിട്ട് നമ്മൾ ആംഗ്യങ്ങൾക്ക് വേണ്ടി കൈകൾ ഉപയോഗിക്കുകയും വേണം. അല്ലാതെ ഇമാതിരി കാര്യങ്ങൾ പാൻസിൻ്റെ പോക്കറ്റിൽ കൈ തിരുകുക, അല്ലെങ്കിൽ ഡിഫെൻസീവ് സ്റ്റൈൽ വയ്ക്കുക, കൈകൾ പുറകിൽ കെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പ്രസംഗപീഠത്തിൽ പിടിക്കുക, അങ്ങനെ വി ഷുഡ് നെവർ ഗ്രിപ്പ് ഓൺ ദി പോഡിയം, പ്രസംഗപീഠം. ദി ഹാൻഡ് ഷുഡ് ബി ഫ്രീ വൈൽ സ്പീക്കിംഗ്, വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സ്പീച്ച് ആണെങ്കിലും അവർ ഹാൻഡ് ഷുഡ് ബി ഫ്രീ സോ ദാറ്റ് they can communicate effectively but minimally. Hands free ആയിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം. then only they can communicate effectively and minimally. എന്നാലേ വളരെ ചെറിയ രീതിയിൽ എഫക്റ്റീവായിട്ട് കൈകൾക്ക് ആ ജസ്റ്റേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. hands should be free so that they can communicate effectively but minimally. One must practice the right gestures. എന്തായാലും a person should practice, in order to develop soft skills, a person must practice the right gestures to become an effective communicator. For becoming an effective communicator, one should practice the right gestures. ശരിയായ ജസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്തെടുക്കണം. എന്നാലേ നല്ല ഫലപ്രാപ്തിയുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ സാധിക്കുകയുള്ളൂ. സോ നൗ ദി നെക്സ്റ്റ് ക്വാളിറ്റി which develops soft skills, which is highly essential for developing our soft skills, is eye contact. Eye contact, കണ്ണുകളുടെ സമ്പർക്കം, eye contact. The human eyes have the power to communicate effectively. We all know that the human eyes have the power to communicate effectively. കണ്ണുകൾക്ക്, നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മുഖത്തുള്ള കണ്ണുകളാണ് മനസ്സിൻ്റെ കണ്ണാടി. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ ശരിക്കും പ്രകടിപ്പിക്കാൻ കണ്ണുകൾക്ക് കഴിവുണ്ട്. ദ ഹ്യൂമൻ ഐസ് ഹാവ് ദി പവർ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ശരിയാണല്ലോ. ദുഃഖമായാലും സന്തോഷമായാലും അത്ഭുതമായാലും ഭയമായാലും അത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കണ്ണുകളിലാണ്. The eyes can create the impression that one is confident and positive. The eyes can create the impression that one is confident and positive. ഒരാൾ കോൺഫിഡൻ്റ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ണുകൾക്ക് ആ ഇംപ്രഷൻ സൃഷ്ടിക്കാൻ സാധിക്കും. ഐ കോണ്ടാക്ട് ടെൽസ് യു ഇഫ് ദി ലിസണർ ഈസ് റിയലി ലിസൺ. നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഓഡിയൻസ് ആണെങ്കിൽ ആ വ്യക്തികളുടെ ആളുകളുടെ കണ്ണുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ പറയുന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നുണ്ടോ. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം വെദർ ദേ ആർ ലിസണിങ് ടു us or not. നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഐ കോണ്ടാക്ട് ടെൽസ് യു ഇഫ് ദി ലിസണർ ഈസ് റിയലി ലിസണിങ്. ഷിഫ്റ്റിംഗ് ഐസ് ബൈ ദി ഓഡിയൻസ് denotes lack of interest in your conversation. നമ്മൾ നോക്കുമ്പോൾ ഓഡിയൻസ് കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുന്നത്, നമ്മളെ നോക്കുന്നില്ല എന്ന് വന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഓഡിയൻസിന് നമ്മുടെ സംഭാഷണം അത്ര ഇഷ്ടമാണ്, ഓഡിയൻസ് നമ്മുടെ സംഭാഷണം ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഷിഫ്റ്റിംഗ് ഐസ്, മൂവിങ് ഐസ്, ചേഞ്ചിങ് ഐസ് ബൈ ദി ഓഡിയൻസ് denotes the lack of interest in your communication or conversation. One should not stare at anyone. നമ്മൾ ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീക്കർ ആണെങ്കിൽ നമ്മൾ ഓഡിയൻസിനെയോ ഓഡിയൻസ് ആണെങ്കിൽ സ്പീക്കറിനെയോ ഒന്നും
സ്റ്റെയർ ചെയ്യരുത്, തുറിച്ച് നോക്കരുത്. വൺ ഷുഡ് നോട്ട് സ്റ്റെയർ അറ്റ് എനിവൺ. മെയിൻറ്റെയിൻ എ സ്റ്റഡി ഗെയ്സ്, തുടർച്ചയായ ഒരു ഗെയ്സ് ലുക്ക് നിലനിർത്തണം. മെയിൻറ്റെയിൻ എ സ്റ്റഡി ഗെയ്സ് വൈൽ ദി അതർ പേഴ്സൺ ഈസ് ടോക്കിംഗ്. മറ്റേ ആൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ തന്നെ സൂക്ഷിച്ച് വൃത്തികേടില്ലാത്ത രീതിയിൽ നോക്കണം, കുറിച്ച് നോക്കാൻ പാടില്ല. സോ മെയിൻറ്റെയിൻ എ സ്റ്റഡി ഗെയ്സ് വൈൽ ദി അതർ പേഴ്സൺ ഈസ് ടോക്ക്. ഇൻ എ ഗ്രൂപ്പ് ഓർ വൈൽ അഡ്രസ്സിങ് എ ലാർജർ ഓഡിയൻസ് ലുക്ക് എറൗണ്ട് ഈവൻലി. നമ്മളൊരു ഗ്രൂപ്പിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിശാലമായ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചുറ്റുപാടും തുല്യമായ രീതിയിൽ നോക്കണം. ഒരിടത്തേക്ക് മാത്രം, പെണ്ണുങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് മാത്രം നോക്കുക, അങ്ങനെയല്ല. എല്ലാവരെയും എന്ത് ചെയ്യണം, തുല്യമായ രീതിയിൽ നമ്മൾ വീക്ഷിക്കണം. ഇൻ എ ഗ്രൂപ്പ് or while addressing a larger audience, look around evenly. This kind of looking, this helps to build a rapport with the listeners. Rapport means close relationship. ക്ലോസ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾക്കൊരു പവറുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ തുല്യമായ രീതി നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സെർട്ടൻലി ക്രിയേറ്റ് എ റപ്പോർട്ട് വിത്ത് ദി ലിസണേഴ്സ്. ശ്രോതാക്കളുമായി ഒരു നല്ലൊരു ബന്ധം സൃഷ്ടിക്കാൻ സഹായിക്കും. ട്രെയിൻ യുവർ സെൽഫ് ടു കീപ്പ് എ സ്റ്റഡി ഗെയ്സ്. നമ്മൾ കണ്ണാടി ഉപയോഗിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒരു സ്റ്റഡി ഗെയ്സ്, അല്ല കണ്ണിങ്ങനെ കൂടെ വെട്ടിച്ച് മാറ്റുക, തറയിലേക്ക് നോക്കുക, ആകാശത്തേക്ക് നോക്കുക, അങ്ങനല്ലാതെ നമ്മുടെ ഓഡിയൻസിനെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കേൾക്കുവാണെങ്കിൽ ആ സ്പീക്കറിനെ അവരോടൊരു സ്റ്റഡി ഗെയ്സ് നിലനിർത്താനുള്ള പരിശീലനം നമ്മൾ നേടണം. ട്രെയിൻ യുവർ സെൽഫ് ടു കീപ്പ് എ സ്റ്റഡി ഗെയ്സ്. പ്രോപ്പർ ഐ കോണ്ടാക്ട് റിഫ്ലെക്ട്സ് യുവർ സിൻസിയറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ശരിയായ ഐ കോണ്ടാക്ട് നിങ്ങളുടെ ആത്മാർത്ഥതയെ വ്യക്തമാണ്. പ്രോപ്പർ ഐ കോണ്ടാക്ട് റിഫ്ലെക്ട്സ് യുവർ സിൻസിയറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇറ്റ് ഹെൽപ്സ് പ്രോപ്പർ ഐ കോണ്ടാക്ട് ഹെൽപ്സ് ടു ബിൽഡ് ട്രസ്റ്റ്. മറ്റുള്ളവരിൽ വിശ്വാസം സൃഷ്ടിക്കാൻ ഈ പ്രോപ്പർ ഐ കോണ്ടാക്ട് സഹായിക്കും. അത് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഫൈൻഡിങ്. സെയിം proper eye contact helps to build a trust. Eye contact can do wonders in communication. So without any doubt we can assert that, without the least doubt we can say that eye contact can do wonders in communication. Communicationil ഈ ഐ കോണ്ടാക്റ്റിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. The next സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകം ടെലിഫോൺ എറ്റിക്കറ്റ്. ആചാരമര്യാദ, മാന്യമായ ആചാരമര്യാദയ്ക്കാണ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത്. ദി കസ്റ്റമറി കോഡ് ഓഫ് പൊളൈറ്റ് ബിഹേവിയർ ഇൻ സൊസൈറ്റി. ദി കസ്റ്റമറി കോഡ് ഓഫ് പൊളൈറ്റ് ബിഹേവിയർ ഇൻ സൊസൈറ്റി ഈസ് എറ്റിക്കറ്റ്. ടെലിഫോൺ എറ്റിക്കറ്റ്. ടെലിഫോൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടെലിഫോൺ ശ്രവിക്കുമ്പോഴോ ടെലിഫോൺ കിട്ടുമ്പോഴോ നമ്മൾ പാലിക്കേണ്ട ആചാരമര്യാദകൾ അതെന്താണ്? മാന്യമായ ആചാരമര്യാദകൾ. ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ വി ഹാവ് ടു ഒബ്സർവ് സർട്ടൻ പൊളൈറ്റ് റൂൾസ്. ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ വി ഹാവ് ടു കീപ്പ് സം പൊളൈറ്റ് റൂൾസ്. ടെലിഫോൺ സംഭാഷണത്തിൽ ചില മര്യാദകൾ നമ്മൾ പാലിക്കാനുണ്ട്. മര്യാദ പറഞ്ഞാൽ റൂൾസ് പാലിക്കാനുണ്ട്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ഡു നോട്ട് സീ ദ പേഴ്സൺ വി ആർ ടോക്കിംഗ് വിത്ത്. എന്താ കാര്യം മര്യാദ പാലിക്കാൻ? നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പുറത്തുള്ള വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവൻ്റെ ബോഡി ലാംഗ്വേജ്, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും അവൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കി, അവൻ്റെ മാനേഴ്സ് നോക്കി, അവൻ്റെ ജസ്റ്റേഴ്സ് നോക്കി ഒന്ന് ഐ കോണ്ടാക്റ്റിലൂടെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വി ഹാവ് ടു ഒബ്സർവ് സം റൂൾസ് വൈൽ യൂസിങ് ദി ടെലിഫോൺ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ഡു നോട്ട് സീ ദ പേഴ്സൺ വി ആർ ടോക്കിംഗ് വിത്ത്. വി ഡു നോട്ട് നോ ഹിസ് ബോഡി ലാംഗ്വേജ്. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളുടെ ബോഡി ലാംഗ്വേജ് ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. സോ വൺ ഹാസ് ടു ബി വെരി കോഷ്യസ്, വൺ ഹാസ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദ ടോൺ, പേസ്, സ്പീഡ്, ലൗഡ്നെസ് ആൻഡ് ക്ലാരിറ്റി. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വൈൽ ടോക്കിംഗ് ഓവർ ദി ഫോൺ, വൈൽ സ്പീക്കിംഗ് ഓവർ ദി ഫോൺ, വി ഹാവ് ടു ഒബ്സർവ് these four things.
Which are the four things we have to observe? Tone of the voice, pace of the voice, loudness of the voice, and clarity of the voice. Tone, pace, loudness, and clarity. Then the important rules: always introduce yourself at the beginning of the call. നമ്മൾ കോൾ തുടങ്ങുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളത് പരിചയപ്പെടുത്തണം. നമ്മൾ ആരാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആരാണ് ഫോൺ എടുത്തത് എന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം തീർച്ചയായിട്ടും. സേവ്സ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ചിലപ്പോൾ ഒരു സ്ത്രീയെ വിളിക്കുമ്പോൾ മകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും മറ്റേ സ്ത്രീയാണെന്ന്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ മകളാണെന്ന് മനസ്സിലാക്കുന്നത്. വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും, വലിയ വഴക്കിനത് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആരാണെന്നുള്ളത് പറയണം സംസാരിച്ച് തുടങ്ങുമ്പോഴും സംസാരം കേൾക്കുമ്പോഴാണെങ്കിലും. Always introduce yourself at the beginning of the call. This saves a lot of confusion. Number 2, ടോണിൻ്റെ കാര്യമാണ്. ടോൺ യുവർ വോയിസ്. വോയിസിനെ ടോൺ ചെയ്യുക. യുവർ വോയിസ് ഷുഡ് ബി കോൺഫിഡൻറ്റ് ആൻഡ് പൊളൈറ്റ്. വോയിസ് മസ്റ്റ് ബി കോൺഫിഡൻറ്റ് ആൻഡ് പൊളൈറ്റ്. കോൺഫിഡൻറ്റും ആയിരിക്കണം, മര്യാദയുള്ളതുമായിരിക്കണം. സംസാരിക്കുന്നത് മര്യാദയോടെയാണ് സംസാരിക്കേണ്ടത്. Then number 3, do not carry on side conversations while you are on the phone. Do not carry on side conversations while you are on the phone. ഫോണിലൂടെ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ ഒരാളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് അയാളെ പറഞ്ഞാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടി എന്തെങ്കിലും തെറി വിളിക്കും. അപ്പോൾ അത് അങ്ങനെ പാടില്ല. നമ്മൾ സൈഡ് കോൺവെർസേഷൻസ് മറ്റാരോടെങ്കിലും സംസാരിക്കും നമ്മൾ ഒഴിവാക്കണം. എപ്പോഴും while using the phone, do not carry on side conversations while you are on the phone. This shows disrespect to the caller. നമ്മൾ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കയറി സംസാരിച്ചുകൊണ്ടിരുന്നാലേ this shows disrespect to the caller. വിളിച്ച ആളിനോടൊരു ബഹുമാനമില്ലായ്മയാണ്, ആദരവില്ലായ്മയാണ് നമ്മൾ കാണിക്കുന്നത്. ഡിസ്റെസ്പെക്റ്റാണ്, ആദരവില്ലായ്മയാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. Then keep an even pace while you talk. Keep an even pace, equal speed, even pace. Keep an even pace while you talk. സംസാരിക്കുമ്പോൾ ഒരു തുല്യമായ വേഗത നിലനിർത്തണം. If you talk too slow, വളരെ സാവകാശം എഴഞ്ഞെഴഞ്ഞ് ഒച്ചയിടുന്ന പോലെ സംസാരിക്കുക. Or too fast, if you talk too fast, the caller may not be able to understand your message. നിങ്ങൾ വളരെ സാവകാശം സംസാരിച്ചാലും വളരെ വേഗത്തിലങ്ങ് സംസാരിച്ചാലും കോളറിന് നിങ്ങളുടെ മെസ്സേജ് കിട്ടിയെന്നിരിക്കുന്നില്ല, മനസ്സിലാക്കാൻ സാധിച്ചെന്നിരിക്കുന്നില്ല. സോ കീപ്പ് ആൻ ഈവൻ പേസ് വൈൽ യു ടോക്ക്. ഇഫ് യു ടോക്ക് ടു സ്ലോ ഓർ ടു ഫാസ്റ്റ്, യുവർ കോളർ മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി മെസ്സേജ്. വൈൽ യൂസിങ് ദി ഫോൺ, വൈൽ സ്പീക്കിംഗ് ഓൺ ദി ഫോൺ, clarity on your voice is essential. Clarity on your voice is highly essential. നമ്മുടെ വോയിസിനൊരു ക്ലാരിറ്റി, വ്യക്തത ഉണ്ടായിരിക്കണം. ദെൻ ടോക്ക് ബ്രീഫ്ലി. അങ്ങ് മഹാഭാരത പതിപ്പ് പോലെ അങ്ങ് സംസാരിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത് ആരെയും. ടോക്ക് ബ്രീഫ്ലി, അവോയ്ഡ് ലെങ്തി കോൾസ്. നീണ്ട കോൾസ് ഒഴിവാക്കണം. പല ആളുകളും സംസാരിക്കുന്ന 1/2 മണിക്കൂർ 1 മണിക്കൂറാണ്. അവോയ്ഡ് സച്ച് ലെങ്തി കോൾസ്. മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിരിക്കണം സംസാരിക്കുന്നത്. It is not polite to let the mobile phone ring loudly while one is at a meeting or in a public place. നമ്മളൊരു പൊതുവേദിയിൽ, ഒരു ഹാളിലോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴോ ഒന്നും നമ്മുടെ മൊബൈൽ ഫോൺ ലൗഡായി റിങ് ചെയ്യാൻ അനുവദിക്കരുത്. അത് സൈലൻറ്റ് മോഡിലോ വൈബ്രേറ്റിംഗ് മോഡിലോ സൂക്ഷിക്കണം ആ സമയത്ത്. It is not polite to let the mobile phone ring loudly while one is at a meeting or in public places. പബ്ലിക് പ്ലേസുകളിലായാലും ബസ് യാത്രയിലായാലും പൊതുവേദിയിലായാലും സിനിമാ തിയേറ്ററിലായാലും മറ്റ് ഹാളുകളിലായാലും അത് മോശമാണ്. സോ ദിസ് ഈസ് അബൌട്ട് ടെലിഫോൺ എറ്റിക്കറ്റ്. ദെൻ നെറ്റിക്കറ്റ്. നെറ്റ് എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്ലസ് എറ്റിക്കറ്റ്. നെറ്റ് എറ്റിക്കറ്റ് ഈസ് കോൾഡ് നെറ്റിക്കറ്റ്. നെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ആചാര മര്യാദകളാണ് നെറ്റിക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ബ്ലെൻസ് നെറ്റിക്കറ്റ്, ദി ടേം ബ്ലെൻസ് ദി വേർഡ്സ് നെറ്റ് ആൻഡ് എറ്റിക്കറ്റ്. ഇറ്റ് ബ്ലെൻസ് ദി വേർഡ്സ് നെറ്റ് ആൻഡ് എറ്റിക്കറ്റ്. നെറ്റും എറ്റിക്കറ്റും കൂടെ ചേർന്നാണ് നെറ്റിക്കറ്റ്.
It means the accepted or the correct way of using the internet. നമ്മൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ വേരിയസ് പ്ലാറ്റ്ഫോംസ്, ഇൻ്റർനെറ്റും വെബ്സൈറ്റും ഇമെയിലും അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോംസായി നമ്മുടെ ഈ യൂട്യൂബും ഫേസ്ബുക്കും ഫേസ്ബുക്ക് മെസ്സഞ്ചറും വാട്സാപ്പും, അപ്പോൾ അങ്ങനെയുള്ള വേരിയസ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദയാണ് നെറ്റിക്കറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നെറ്റിക്കറ്റ്. ഇറ്റ് മീൻസ് ദി അക്സെപ്റ്റഡ് ഓർ ദി കറക്റ്റ് വേ ഓഫ് യൂസിങ് ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആ കറക്റ്റ് വേക്ക് അല്ലെങ്കിൽ അക്സെപ്റ്റഡ് രീതിക്കാണ് നെറ്റിക്കറ്റ് എന്ന് പറയുന്നത്. Internet plays an important role in connecting one another in our modern age, in our scientific age. Internet plays a vital role, a very important role in connecting one another. ആളുകളെ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. നേരിട്ടുള്ള ബന്ധങ്ങളെക്കാൾ കൂടുതൽ നെറ്റ് വഴിയുള്ള ബന്ധങ്ങളാണ് പല ആളുകൾക്കുള്ളത്. പലതും അങ്ങനെ അപകടത്തിൽ ചാടിക്കുന്നുണ്ട് ആളുകൾ. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും TV ന്യൂസിൽ കോഴിക്കോട് നടന്ന പീഡന സംഭവം, അതും നെറ്റിൻ്റെ ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട ആളുകളുടെ കാര്യം പ്രതിപാദിച്ചിരുന്നു. അപ്പം അത് അപകടക്കുഴി കൂടിയാണ് ഈ നെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ മര്യാദ പാലിക്കണം. നെറ്റ് ഉപയോഗിക്കുമ്പോൾ, നെറ്റിൻ്റെ വേരിയസ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുമ്പോൾ വി ഹാവ് ടു ഒബ്സർവ് സം റൂൾസ്, കോഡ്സ് ഓഫ് കോണ്ടക്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നെറ്റിക്കറ്റ്. Netiquette refers to the basic rules of communication while we send mails or messages. Netiquette refers to the basic rules, fundamental rules of communication while we send mails or messages over the internet. ഇൻ്റർനെറ്റിൽ ഇമെയിൽ ആയാലും മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയുള്ള മെയിൽസ് ആയാലും മെസ്സേജസ് ആയാലും അയക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ കലർന്ന റൂൾസിനാണ് നെറ്റിക്കറ്റ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദേ? നമ്പർ 1, ബി വാട്ട് യു ആർ ഇൻ റിയൽ സ്പേസ്. നമ്മൾ എന്താണോ ആരാണോ അതുപോലെ തന്നെ കള്ളവും കാപട്യവും ഇല്ലാതെ തന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കുക. ബി വാട്ട് യു ആർ ഇൻ റിയൽ സ്പേസ്. നമ്പർ 2, ഡു നോട്ട് റൈറ്റ് ദി ഹോൾ മെസ്സേജ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്. നമ്മൾ ഇമെയിൽ ആയാലും കൊള്ളാം, അല്ലാതെയുള്ള മെസ്സേജസ് ആയാലും കൊള്ളാം, കംപ്ലീറ്റ് ബ്ലോക്ക് ലെറ്റേഴ്സിൽ മെസ്സേജ് അയക്കാൻ പാടില്ല. Do not write the whole message in block letters. Use a formal language except when one is communicating with one's family or friends. Use a formal language except when one is communicating with one's family or friends. നമ്മുടെ കുടുംബാംഗങ്ങളോടോ നമ്മുടെ ഫ്രണ്ട്സിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തപ്പോൾ, അധികാരികളോടോ മറ്റെവിടെയെങ്കിലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ ഫോർമൽ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഫോർമൽ ലാംഗ്വേജും അത് ഫോർമൽ വേർഡ്സ് ഉപയോഗിക്കണം. ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ യു എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ യു തന്നെ, യു എന്ന് പറയുന്ന ലെറ്റർ തന്നെ, ആ ആൽഫബറ്റിക് ലെറ്റർ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാത്തപ്പം നമ്മൾ യു ഷുഡ് യൂസ് ഫോർമൽ വേർഡ്സ് ആൻഡ് ഫോർമൽ ലാംഗ്വേജ്. യൂസ് റീഡർ ഫ്രണ്ട്ലി ഫോൺസ് ആൻഡ് കളേഴ്സ്. റീഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കടും നിറത്തിലുള്ള ഫോൺസോ കളേഴ്സോ ഉപയോഗിക്കരുത്. റീഡർ ഫ്രണ്ട്ലി ആയ ഫോൺസും കളേഴ്സും ഉപയോഗിക്കുക. ദെൻ യൂസ് ലാംഗ്വേജ് വിച്ച് ഈസ് പ്രോപ്പർ ആൻഡ് പൊളൈറ്റ്. മര്യാദയുള്ള അനുയോജ്യമായ ലാംഗ്വേജ്. ഒരു വ്യക്തിയെ മനസ്സിലാക്കിയ അവർക്ക് അനുയോജ്യമായ ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുക. യൂസ് പ്രോപ്പർ ലാംഗ്വേജ് ആൻഡ് പൊളൈറ്റ് ലാംഗ്വേജ്. ദ ലാംഗ്വേജ് ദാറ്റ് യു യൂസ് മസ്റ്റ് ബി polite and proper. Respect the other person. നമ്മൾ ആർക്കാണോ മെസ്സേജസോ മെയിലോ അയക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് ദി അതർ പേഴ്സൺ. ദ മെയിൽസ് ഓർ മെസ്സേജസ് ഷുഡ് നോട്ട് ബി ലെങ്തി. മെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതായിരിക്കണം. മെയിൽസ് ഓർ മെസ്സേജസ് ഷുഡ് നോട്ട് ബി ലെങ്തി. മെസ്സേജസ് ആയാലും വാട്സപ്പ് വഴിയുള്ളതായാലും ഇമെയിൽ വഴിയുള്ളതായാലും അതൊന്ന് ലെങ്തി ആകാൻ പാടില്ല. മെയിൽസ് ഓർ മെസ്സേജസ് should not be lengthy. So these are the codes of conduct we have to observe while using internet. That is what is netiquette. Then soft skills ലെ ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഒരു സോഷ്യൽ റിലേഷൻഷിപ്പാണ്, സോഷ്യലൈസേഷനാണ് പേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്.
ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. അതിൽ അവെയർനെസ് വേണം, അവെയർനെസ് ഓഫ് അവേഴ്സെൽസ് ആൻഡ് അതേഴ്സ്, ദെൻ കെയറിങ് അബൌട്ട് അതർ പീപ്പിൾ, വർക്കിംഗ് വെൽ ടുഗദർ വിത്ത് അതേഴ്സ്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് റെസൊല്യൂഷൻ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇതൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കിൽസിന് എന്ത് വേണം? മാൻ ഈസ് എ സോഷ്യൽ ബീയിങ് ഓർ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ അല്ലേ? മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്, സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. ഓൾവേസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വൺ അനദർ. നമ്മൾ മനുഷ്യർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടിപ്പോകും. പീപ്പിൾ ആർ ഓൾവേസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വൺ അനദർ. Though we use language for communication, mostly we use language for communication. Communication നമ്മൾ അധികവും ലാംഗ്വേജ് ഉപയോഗിക്കുന്നെങ്കിലും മോസ്റ്റ്ലി വി യൂസ് ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. വി യൂസ് അവർ ബോഡി ആസ് വെൽ. സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഉപയോഗിക്കുന്നുണ്ട്. ബോഡി ഒരു ലാംഗ്വേജാണ്, ബോഡി ലാംഗ്വേജ്. ജെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. Though we use language for communication, while speaking we use our body as well. സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. The interpersonal relations thrive. Our relations with other people in the society will develop or thrive if we have good body language. If we have a good body language, our interpersonal relations will certainly thrive or develop. നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആംഗ്യങ്ങളും മുഖഭാവവും ഐ കോണ്ടാക്റ്റും ഒക്കെ ശരിയായ രീതിയിലാണെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അതേപോലെ ദ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് വിൽ ഡൈ. ദ ഇൻ്റർ റിലേഷൻസ് മേ ഡൈ ഡ്യൂ ടു ദി ലാക്ക് ഓഫ് പ്രോപ്പർ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടത്തില്ല ആളുകൾ. വി വിൽ ബിക്കം അൺപോപ്പുലർ. അപ്പോൾ മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങൾ തകരുകയും ചെയ്യും. Similarly, the interpersonal relations will die due to the lack of proper body language. We can improve relationship by a conscious programming of our gestures and action. We can improve our relationships by a conscious programming of our gestures and action. We can improve relationship by a conscious programming of our gestures and action. നമ്മുടെ ആക്ഷനും അതുപോലെ ജസ്റ്റേഴ്സും നമുക്ക് ബോധപൂർവ്വം ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. വൈൽ സ്പീക്കിംഗ് ടു അനദർ പേഴ്സൺ, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ക്യാരി കോൺവെർസേഷൻ ഫോർവേഡ് വിത്ത് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ്. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാര വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് കേൾക്കുന്ന ആളെ ബോറടിപ്പിക്കാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയാൻ കൂടെ എന്തെങ്കിലുമൊക്കെ ലളിതമായ ചോദ്യങ്ങളും ചോദിക്കണം. While speaking to another person, stay focused and carry conversation forward with appropriate questions. അതുപോലെ നമ്മളൊരു ശ്രോതാവാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കേൾവിക്കാരനാണെങ്കിൽ, ഡു നോട്ട് യോൺ, കോട്ടുവായിടരുത്. അത് സംസാരിക്കുന്ന ആളിൽ മടുപ്പുളവാക്കും, ഡിസ്റെസ്പെക്റ്റ് ഉളവാക്കും. ഡു നോട്ട് യോൺ ഓർ കീപ് ഗ്ലാൻസിങ് അറ്റ് യുവർ വാച്ച്. കൂടെ വാച്ചിൽ ഞാൻ നോക്കുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വി ഡു നോട്ട് ലൈക്ക് ഹിസ് സ്പീച്ച്. അയാളുടെ സംസാരം നമുക്ക് ഇഷ്ടമല്ലെന്നാണ്. അങ്ങനെ വാച്ചിൽ നോക്കാനും പാടില്ല കൂടെ. സോ ഡു നോട്ട് യോൺ ഓർ കീപ് ഗ്ലാൻസിങ് അറ്റ് യുവർ വാച്ച്. വി മസ്റ്റ് ലെറ്റ് അതേഴ്സ് സ്പീക്ക്. നമ്മൾ മാത്രം സംസാരിക്കാതെ, നമ്മളൊരു റേഡിയോവിനെ പോലെ ആകാതെ, നമ്മൾ മാത്രം സംസാരിക്കാതെ, വി മസ്റ്റ് ലെറ്റ് അതേഴ്സ് സ്പീക്ക്. ശ്രോതാക്കളെ കൂടെ സംസാരിക്കാൻ അനുവദിക്കണം. ആൻഡ് മസ്റ്റ് ടു ലിസൺ ടു വാട്ട് ദേ സേ. അവരെന്താണ് പറയുന്നത് നമ്മൾ ശ്രവിക്കുകയും വേണം, ആത്മാർത്ഥമായി ശ്രവിക്കുകയും വേണം. വി മസ്റ്റ് ലെറ്റ് അതേഴ്സ് സ്പീക്ക് ആൻഡ് മസ്റ്റ് ലിസൺ ടു വാട്ട് ദേ സേ. ലിസണിങ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഇൻ ബിൽഡിങ് ഗുഡ് റിലേഷൻഷിപ്പ്. ഒരു നല്ല ശ്രോതാവിനെ എല്ലാവരും ഇഷ്ടപ്പെടും. ലിസണിങ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഇൻ ബിൽഡിങ് ഗുഡ് റിലേഷൻഷിപ്സ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ സുപ്രധാനമായൊരു പ്രവൃത്തിയാണ് കേൾവി. ലിസണിങ്, ശ്രദ്ധിക്കുക. ലിസണിങ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഇൻ ബിൽഡിങ് ഗുഡ് റിലേഷൻഷിപ്സ്. ഇനി അവസാനമായി ഇതിപ്പോൾ നമ്മുടെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ഡെവലപ്പിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതൊന്നും ഒരു ഹെഡിങ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ
അടുക്കും ചിട്ടയില്ലാതെ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു പോരായ്മയുണ്ട്. ഡെവലപ്പിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് ത്രൂ മോഡേൺ ടെക്നോളജി. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം. ഡെവലപ്പിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് ത്രൂ മോഡേൺ ടെക്നോളജി. അതിൽ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറയാം. മൊബൈൽ ഫോൺസ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ക്യാൻ ബി കൺവെർട്ടഡ് ടു ആൻ എക്സലൻറ്റ് ടൂൾ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. മൊബൈൽ ഫോൺസ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ക്യാൻ ബി കൺവെർട്ടഡ് ഇൻ ടു ആൻ എക്സലൻറ്റ് ടൂൾ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ നല്ലൊരു സഹായിയാണ് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. ബട്ട് വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ബൈ കൗണ്ട്ലെസ് വെബ്സൈറ്റ്സ് ആൻഡ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്. മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പം ഒരു ധാരാളം വൃത്തികെട്ട വെബ്സൈറ്റുകളുണ്ട്, അതുപോലെ നമ്മളെ നശിപ്പിക്കുന്ന വെബ്സൈറ്റുകൾ, കൂടാതെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ്, ടിക്ടോക്ക്, പിടില്ല, വാട്സാപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ അമിതമായി പോകാൻ പാടില്ല. ഇനി ഈ മൊബൈൽ ഫോൺസ്, നെറ്റുള്ള മൊബൈൽ ഫോൺസിൻ്റെ ഒരു ഗുണം, വി ക്യാൻ റെഫർ ടു ഡിക്ഷണറീസ് ഓൺലൈൻ. സാധാരണ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഷെൽഫിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ മേശപ്പുറത്ത് നിന്ന് എടുത്ത് അത് മറിച്ച് നോക്കി കണ്ടുപിടിക്കും. കുറേ സമയം ഒരു വാക്കിൻ്റെ മീനിങ്ങോ സ്പെല്ലിങ്ങോ കണ്ടുപിടിക്കും. പക്ഷെ ഇതാണെങ്കിൽ മൊബൈൽ ഫോണിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. വി ക്യാൻ റെഫർ ടു ഡിക്ഷണറീസ് ഓൺലൈൻ ടു ലേൺ സ്പെല്ലിംഗ്, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. സ്പെല്ലിംഗ് മനസ്സിലാക്കാനും ഗ്രാമർ പഠിക്കാനും അതുപോലെ വൊക്കാബുലറി മനസ്സിലാക്കാനും നമുക്ക് ഓൺലൈൻ ഡിക്ഷണറി ഉണ്ട്, ഗൂഗിളിലുണ്ട്. There will be script as well as audio recording of pronunciation. ഒരു വാക്കിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കണം. ആ ഫോണറ്റിക് സ്ക്രിപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ഓഡിയോയും കൊടുത്തിട്ടുണ്ട്. ഒരു വാക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഓഡിയോ, ആ ഓഡിയോയിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഉച്ചാരണം നമുക്ക് കേൾക്കാം. പിന്നെ ഫോണറ്റിക്സ് അറിയാവുന്നവരാണെങ്കിൽ ഫോണറ്റിക് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ there will be script as well as audio recording of pronunciation. Then we can use the recorder. മൊബൈൽ ഫോണിൽ റെക്കോർഡർ സമ്പ്രദായം ഉണ്ടല്ലോ. റെക്കോർഡർ സമ്പ്രദായത്തിൽ നമ്മളിപ്പം പ്രസംഗിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രസംഗം നമ്മളൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഒന്ന് കേട്ട് അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാം, അല്ലേ? സോ വി ക്യാൻ യൂസ് ദി റെക്കോർഡർ ടു റെക്കോർഡ് അവർ കോൺവെർസേഷൻ ആൻഡ് ലിസൺ ടു ഇറ്റ് ആൻഡ് കറക്റ്റ് ഇറ്റ് അവേഴ്സെൽവ്സ്. തെറ്റുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. മൊബൈൽ ഫോൺ പ്രൊവൈഡ്സ് a personalized ambience or environment for language learning. ഒരു പേഴ്സണലൈസ്ഡ് ആംബിയൻസ് ആണ്. മറ്റാരുടെ സഹായമില്ലാതെ നമ്മൾ സ്വകാര്യമായുള്ള ഒരു ആംബിയൻസ് നൽകുന്നു മൊബൈൽ ഫോൺ പ്രൊവൈഡ്സ് us with a personalized ambience or environment for language learning. ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു പേഴ്സണലൈസ് ആയ ഒരു ആംബിയൻസ് നമുക്ക് നൽകുന്നു മൊബൈൽ ഫോൺ. So this is the last module, soft skills.